ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിലെ വീടിൻ്റെ ഹോം ടൂർ ഒന്ന് കണ്ടാലോ. ഇത് നാട്ടിൽ കോട്ടയത്ത് ശരത്തേട്ടൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയായ കാരണം കൊണ്ട് എനിക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻട്രോ ഒക്കെ ഒരു തട്ടിക്കൂട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീട് കാണാം. അപ്പോൾ ഇതാണ് മെയിൻ ഗേറ്റ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ തീളനെ നടന്ന് കയറിയിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാനായിട്ട്. അപ്പോൾ മുറ്റം നിറയെ ഇങ്ങനെ ടൈൽസൊക്കെ വിരിച്ചിട്ടുണ്ട്. പിന്നെ നാല് പുറം കുറച്ച് സ്പേസ് ഒക്കെ വിട്ടിട്ടുണ്ട് മരങ്ങൾക്കും ചെടികൾക്കും ഒക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നിറയെ തേക്കൊക്കെയാണ് ഇവിടെ ഉള്ളത്, കൂടുതലും തേക്കാണ് ഉള്ളത്. പിന്നെ മാവും പ്ലാവും തെങ്ങും അത്യാവശ്യത്തിന് വേണ്ട എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഫ്രണ്ടേജ് കാണാം. ഇതാണ് ഇറയം വരുന്നത്. അപ്പോൾ ഇറയത്തേക്ക് ഒരു 3 സ്റ്റെപ്പ് കയറി ഇറയത്ത് കയറാം. അപ്പോൾ അവിടെ ഇരിക്കാനായിട്ട് ചെറിയ ചാരുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിലാണ് ഇങ്ങനെ മുറ്റമൊക്കെ ആയിട്ടുള്ളത് കേട്ടോ. ഒരു സൈഡിലാണ് വീട്. അപ്പോൾ ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്ന ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ, നല്ല പച്ചപ്പും ഹരിതാപയും, കുറച്ച് ഹൈറ്റിലാണ് വീടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമാണ് കേട്ടോ. കാർ പോർച്ചൊക്കെ കുറച്ച് അങ്ങ് നീങ്ങിയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ കാറ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മുറ്റവും കാര്യങ്ങളൊക്കെ വരുന്നത്. മമ്മിക്ക് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ റിട്ടയർമെൻറ്റ് ലൈഫ് ആഘോഷിക്കുന്ന കാരണം കൊണ്ട് ഇതൊരു 4 ബെഡ്റൂമുള്ളൊരു വീടാണ്. ഒരു 10-30 വർഷത്തെ പഴക്കമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അന്ധകാലത്തെ മോഡലിലുള്ള വീടാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ റിട്ടയർമെൻ്റ് ഒക്കെ ആയി രണ്ടുപേരും വീട്ടിലിരിപ്പായപ്പോഴത്തേക്കും ചെടികളും കാര്യങ്ങളൊക്കെ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇറയത്ത് നിറയെ ചെടികളുണ്ട്. ഇതാണ് മെയിൻ ഡോറ് വരുന്നത്. വീട്ടിൽ തന്നെ തേക്കൊക്കെ ഒത്തിരി ഉള്ള കാരണം കൊണ്ട് തേക്കിലൊക്കെയാണ് ഇവിടുത്തെ ഡോറുകളും വിൻഡോസും അങ്ങനത്തെ ഐറ്റംസൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇങ്ങനെ നേരെ കാണുന്നത് ഒരു സ്റ്റെയർ കേസാണ് മേലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അകലെന്നുള്ള വ്യൂ കാണിക്കുക, നല്ലതാണ് സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അത്യാവശ്യം വലിയൊരു ഹോളാണ് കേട്ടോ. പിന്നെ ക്ലാരിറ്റി പോകുന്ന കാരണം കൊണ്ട് ഒരുപാട് ഞാൻ സൂം ഔട്ടും സൂം ഇന്നും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഹാളിലേക്ക് കടക്കാം. അപ്പോൾ ഹാളിൽ നിന്നിങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റെയറൊക്കെ കയറി ചെല്ലുമ്പോഴത്തേക്കും. അപ്പോൾ ലിവിങ് സ്പേസിൽ നിന്ന് ഇങ്ങനെ ഡബിൾ ഹൈറ്റൊക്കെ വരുന്ന രീതി കേട്ടോ. വേറൊരു മോഡലിലാണ് വീട് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റെയർ കേസ് കയറി ചെല്ലുമ്പോഴത്തേക്ക് സ്റ്റെയറിൽ മുഴുവൻ നമ്മൾ വൈറ്റ് മാർബിളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 10-30 വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ. അപ്പം അന്ന് കാലത്തെ ഒരു ഫാഷനിലൊക്കെയാണ് ഇത് പണിതിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തി ഒന്ന് മോഡിഫൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെയർ കയറി ചെല്ലുന്നിടത്താണ് പൂജാ റൂം വരുന്നത് കേട്ടോ. സാധാരണ എല്ലാവർക്കും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കുമല്ലോ പൂജാ റൂമും കാര്യങ്ങളൊക്കെ. ഇവിടെ അങ്ങനെയല്ല, സ്റ്റെയർ കേസ് കയറി ചെല്ലുന്നിടത്താണ് പൂജാ റൂമൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഇടയ്ക്ക് ചെയ്തതാണ് കേട്ടോ. ഈ ഓമിൻ്റെ ഈ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പഴക്കമുള്ള വീടാണ്. അപ്പോൾ ഇവിടെ സ്ഥിരതാമസം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 6 മാസമായിട്ടാണ് അവരിവിടെ താമസമാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടി സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് പഴയ ഇതൊക്കെ എടുത്ത് മാറ്റി പുതിയതാക്കി മാറ്റിയിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഹാളിലേക്ക് അഥവാ നമ്മുടെ ലിവിങ് സ്പേസിലേക്ക് തന്നെ വരാം. അപ്പോൾ ഇവിടെയാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. പണ്ട് ഇവിടെ ഒരു ഷോക്കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് എടുത്ത് മാറ്റിയിട്ട് TV അവിടേക്ക് മാറ്റിയിരിക്കുന്നതാണ്. കാരണം കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി സ്പേഷ്യസ് ആവാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇപ്പം എല്ലാവരും ചുമരിൽ ഒക്കെ ആണല്ലോ TVയും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നത്. പണ്ടൊക്കെ താഴെ നമ്മുടെ TV സ്റ്റാൻഡിലൊക്കെ ആയിരുന്നല്ലോ. ഇപ്പം അതിന് മാറ്റം വരുത്തി ഇങ്ങനെ TV യൂണിറ്റാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മമ്മി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓടിൻ്റെ ഐറ്റംസൊക്കെയാണ് കേട്ടോ. പണ്ടത്തെ കിണ്ടിയും വിളക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നല്ലൊരു കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു നെറ്റിപ്പട്ടമൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ പുതിയതായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു സിൽവർ ആൻഡ് ഗോൾഡ് മിക്സ് വരുന്ന ഒരു നെറ്റിപ്പട്ടാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി പിക്ചർ ഇവിടെ വെച്ചിട്ടുണ്ട്. അനിയത്തിയുടെ കല്യാണത്തിന് എടുത്തിട്ടുള്ളതാണ്. പിക്കുമോൻ ഭയങ്കര കുഞ്ഞായിരുന്നു. അവന് 6 മാസമൊക്കെ പ്രായമുള്ള സമയത്തായിരുന്നു അനിയത്തിയുടെ കല്യാണം. അപ്പോൾ ആ സമയത്ത് എടുത്തിട്ടുള്ള ഒരു ഫാമിലി പിക്ചറാണ് കേട്ടോ അത്. ശരത്തേട്ടന് ഒരേ ഒരു സിസ്റ്ററാണ് ഉള്ളത്. അപ്പോൾ അവളും ഫാമിലിയും സ്വീഡനിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നാട്ടിലില്ല, 3-4 വർഷമായിട്ട് സ്വീഡനിലാണ്. അതാണ് അവരെയൊക്കെ വീഡിയോസിലൊക്കെ കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ലിവിങ് ഏരിയ കാണുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വീട്ടിൽ തന്നെയുള്ള മരമൊക്കെ മുറിച്ചിട്ടാണ് ഈ ഒരു സോഫ സെറ്റും കാര്യങ്ങളൊക്കെ പണിതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ താഴത്തെ ഫ്ലോറിൽ ആദ്യം മൊസൈക്കായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് വെട്രിഫൈഡ് ടൈൽസാക്കി മാറ്റിയിട്ടുണ്ട്. വൈറ്റാണ് കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ ഒരു മോഡൽ മൊസൈക്കൊക്കെ ആയിരുന്നല്ലോ, അത് മാറ്റി എന്നുള്ളൂ കേട്ടോ. ചെറുതായിട്ട് കളറും ഒക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും വർഷമായില്ലേ, അപ്പോൾ അതുകൊണ്ട് മാറ്റി ടൈൽസാക്കി മാറ്റിയതാണ്.
പിന്നെ ഈ റൂഫ് ടോപ്പ് വരുന്നത് ഡബിൾ ഹൈറ്റിലായ കാരണം കൊണ്ട് ഫാന് മാത്രം നമ്മൾ സൈഡിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം അത് ചുമരിൽ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ അത് വീടൊക്കെ മാറ്റി പണിതപ്പോഴത്തേക്ക് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ സൈഡിലാണ് ഫാൻ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇനി നമ്മൾ വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ ഹാളും ഡൈനിങ് ഏരിയയും തമ്മിൽ ചെറിയൊരു ആർച്ചിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഒറ്റ സ്ട്രെച്ചിലാണ് ഈ ഹാള് ടു ഡൈനിങ് ഏരിയ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയും ചെറിയ പണ്ടത്തെ മോഡലിൽ ഇങ്ങനെ പാത്രങ്ങളൊക്കെ വയ്ക്കാനും പ്ലേറ്റ്സ് ഒക്കെ വയ്ക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ഷോക്കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യത്തിന് വലിയൊരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഒരു ഫിഷ് ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഇവിടെ ഫിഷൊക്കെ ഉണ്ടായിരുന്നു ശരത്തിൻ്റെ ചെറുപ്പത്തിലൊക്കെ, പിന്നെ ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇത് മമ്മിയുടെ അമ്മയുടെ ഫോട്ടോയാണ്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇങ്ങനെ നേരെ പോകുമ്പോഴത്തേക്കും ചെറിയൊരു ഏരിയയുണ്ട്. വാഷ് ഏരിയ ആയിരുന്നു പണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് തൽക്കാലം നമ്മുടെ വാഷിംഗ് മെഷീൻ ഒരെണ്ണം ഇട്ടിരിക്കുന്നത് ഇതിനകത്താണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് വാഷിംഗ് മെഷീന് ഒരു ഏരിയ സെപ്പറേറ്റ് വേണ്ടി വന്നില്ല, ഇതിനകത്ത് അങ്ങ് കയറിക്കോളും. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. 2 മെഷീനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. 6 ചെയർ ഇട്ടിട്ടുള്ള ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ടേബിളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിപ്പും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല, എല്ലാം ഇങ്ങനെ വലിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ച സമയത്തായിരുന്നില്ല എടുത്തത് കേട്ടോ. അപ്പോൾ ശരത്തേട്ടൻ എന്തേ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്കൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നതാണ്. അപ്പോൾ കിച്ചണിലേക്ക് വരാം. നമ്മൾ വീടാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കിച്ചണിൻ്റെ ഇങ്ങനെയാണ് കിച്ചൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ തന്നെയായ കാരണം കൊണ്ടാണ് എനിക്ക് വീഡിയോസിന് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ വലിയൊരു കിച്ചണാണ് കേട്ടോ. വലുതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂരുള്ള വീട് പോലെയൊന്നല്ല, അത്യാവശ്യം നല്ല വലിയൊരു കിച്ചണാണ്. എനിക്കിങ്ങനെ സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ കുഞ്ഞ് കിച്ചണിൽ യൂസ് ചെയ്തിട്ടായിരിക്കാം ഇങ്ങനെ സ്പേഷ്യസ് ആയിട്ട് കാണുമ്പോൾ അതിനോടൊരു ഇഷ്ടം. അപ്പോൾ ശരത്തേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയുമായിരുന്നു ഇതൊക്കെ കാണിച്ചു കൊടുത്തോന്ന്. ഞാൻ പറഞ്ഞാൽ അതൊന്നും കാണിച്ചില്ല എന്ന്. അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്കും പോയി പിടിച്ചാലോ എന്നൊക്കെ പേടിച്ചിട്ട് ഇപ്പം വീട് പുതുക്കി പണിതപ്പോഴത്തേക്കും ഇൻവെർട്ടറിനെയൊക്കെ നമ്മൾ കോണിപ്പടിയുടെ അടിയിലേക്ക് മാറ്റി അതിനെയൊക്കെ അടച്ചുറപ്പാക്കി വെച്ചിട്ടുണ്ട്. ആർക്കാണെങ്കിലും അതിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അപകടമാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വീണ്ടും നമ്മുടെ അടുക്കളയിലേക്ക് തന്നെ വരാം. അപ്പോൾ അടുക്കള ഇപ്പം നല്ല നീറ്റായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ കുക്കിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കിച്ചണിൽ നമ്മുടെ പാത്രങ്ങളും ഒക്കെ വയ്ക്കാനുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പണ്ടത്തെ മോഡലാണ് കേട്ടോ ഇതൊക്കെ. എല്ലാം ഇങ്ങനെ പ്ലൈവുഡിൻ്റെ ഫ്രെയിംസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുമര് തൊട്ട് താഴെ വരെ നല്ല നീളത്തിൽ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു അലമാര സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി സാധനങ്ങൾ കൊള്ളും, ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് തന്നെ കൊള്ളും. ഒന്നും പുറത്ത് നമുക്ക് ഇങ്ങനെ വയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഒത്തിരിയും ഷെൽഫുകളുണ്ട്. ഇതിന് ചുറ്റും ഇങ്ങനെ തന്നെയാണ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലോ മറ്റോ ആണ് ഈ കിച്ചൺ വരുന്നത്. അപ്പോൾ മൊത്തം ഇങ്ങനെ ഷെൽഫുകളാണ് കേട്ടോ. അപ്പോൾ ഇതേ പഴയ മോഡലിലാണ് ഇവിടുത്തെ ഗ്യാസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ സൈഡിലായിട്ടൊരു സിങ്കൊക്കെ ഉണ്ട്, ചെറിയ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട്. അകത്ത് നമ്മൾ ചെയ്യൽ കുറവാണ് കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്താണെങ്കിലും ഇതേപോലെ തന്നെ ചുറ്റിനും ഇങ്ങനെ കള്ളികളാണ്. അപ്പോൾ അത്യാവശ്യം പാത്രങ്ങളോ നമ്മുടെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ചുമരിലായിട്ട് പുതിയതായിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ കപ്പും സോസറൊക്കെ വയ്ക്കാൻ കുറച്ച് ഷോക്കൊക്കെ വയ്ക്കാനായിട്ട് കുറച്ച് ചെറിയൊരു അലമാര പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പ് മാത്രം പഴയ മോഡലിലാണ് എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ താഴെ നമ്മൾ മാറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇവിടെ ടൈൽസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പല സ്ഥലങ്ങളിലും പല മോഡലിലാണ് ടൈൽ കിടക്കുന്നത്. അപ്പോൾ ചിലയിടത്തൊക്കെ പുതിയതാണ്, ചിലയിടത്തൊക്കെ ഇച്ചിരി പഴയതാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ വരുമ്പോൾ ഒരു കൊച്ചടുക്കളയുണ്ട്. നമ്മുടെ വർക്കിംഗ് ഏരിയ, വർക്കിംഗ് സ്പേസ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം. ഈ ഒരു ഏരിയയിലാണ് മെയിനായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ അടുക്കളയിൽ കുക്കിംഗ് ഒക്കെ വളരെ കുറവാണ്. പിന്നെ ഇറച്ചി മീൻ ഇങ്ങനത്തെയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ സ്മെല്ലൊക്കെ പുറത്തോട്ട് പോകാൻ എളുപ്പമൊക്കെ ചെറിയ അടുക്കളയിൽ ചെയ്യുമ്പോഴായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ അടുക്കളയിൽ നമ്മൾ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കുഞ്ഞൊരു അമ്മിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചതയ്ക്കണമെങ്കിലോ ഒരു ചമ്മന്തി അരയ്ക്കണമെങ്കിലോ ഒക്കെ പുറത്തോട്ട് പോകേണ്ട, അകത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ.
പിന്നെ ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് അമ്മിയൊക്കെ യൂസ് കുറവല്ലേ, മിക്സിയും കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടിലും ഉള്ള കാരണം കൊണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടി ഐറ്റംസൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു അലമാര പോലെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മമ്മി ഒരുപോലത്തെ കുപ്പികളും കാര്യങ്ങളൊക്കെ വാങ്ങി നല്ല ഭംഗിയിൽ വെച്ചിട്ടിട്ട്, പണ്ട് ഇവിടെ വിറകൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അടുപ്പായിരുന്നു. ഇപ്പോൾ അതങ്ങനെ യൂസ് ചെയ്യുന്നില്ല, ഇങ്ങനെ കരി പിടിക്കില്ലേ നമ്മളിപ്പോൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക്. അപ്പോൾ പണ്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ, ഇതൊക്കെ യൂസ് ചെയ്യായിരുന്നു. ഇപ്പം അങ്ങനെ പിന്നെ വയ്യ, പ്രായമായിട്ടൊക്കെ വരില്ല, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് ഗ്യാസ് സ്റ്റൗ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പണ്ട് വേറൊരു കളറായിരുന്നു, ഇപ്പോൾ ഇവിടെ ടൈൽസാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മിക്സിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് വരുന്നത്. വെള്ളത്തിൻ്റെ പ്യൂരിഫയറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു ചെറിയ അടുക്കളയിലാണ് വരുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള അടുക്കള തന്നെയാണ്, മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചെറുതാണ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബാംഗ്ലൂരത്തെ കിച്ചണൊക്കെ ആണെങ്കിൽ ഇത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ടുള്ള ഐറ്റംസൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കയ്യിലുകൾ, പാത്രങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഇവിടെ തന്നെയാണ്. അമ്മിയൊക്കെ യൂസ് ചെയ്യൽ കുറവാണ്, ഞാൻ വന്നിട്ടാണ് പിന്നെ ഒന്ന് ഇടിക്കാനും ചതയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ അമ്മിയിൽ ഇങ്ങനെ അരയ്ക്കാനൊക്കെ. നമുക്ക് കയ്യിലില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പൂതി തോന്നുന്നത്. പിന്നെ സവാളക്കൊട്ട, പച്ചക്കറിയുടെ കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യം കുഞ്ഞ് പാത്രങ്ങൾ ഒക്കെ വയ്ക്കാനായിട്ട് ചെറിയൊരു സ്ലാബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് മിക്സി ഒക്കെ കുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളും ഒരുവിധമൊക്കെ ഒരു 80% ഇവിടെ തന്നെ അങ്ങ് തീർന്നോളും. അപ്പോൾ ഇനി കുഞ്ഞടുക്കളയിൽ നിന്നും നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ കടക്കുമ്പോഴത്തേക്ക് ഇവിടെയും ചെറിയൊരു ഇറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്നത് കേട്ടോ. അപ്പോൾ വാഷിംഗ് ഏരിയ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇവിടെയാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ അതേപോലെ ഒരു ചെറിയൊരു റൂം പോലെ അത്യാവശ്യം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ റൂമും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളും. അപ്പോൾ അത് പൊതുവെ പറയുകയാണെങ്കിൽ ഒന്നും അങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടിട്ട് വലിച്ചു വാരിയിടേണ്ട കാര്യമില്ല. പിന്നെ നമ്മളെടുത്ത് യൂസ് ചെയ്യുന്നത് മാത്രമേ പുറമേ ഇരിക്കുന്നുള്ളൂ കേട്ടോ. മൊത്തം ഇങ്ങനെ ടൈൽസും കാര്യങ്ങളൊക്കെ വിരിച്ചിരിക്കുന്ന കാരണം കൊണ്ട് നല്ല വൃത്തിയിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ കിച്ചണോട് കൂടി തന്നെ ചേർന്നിട്ടാണ് കിണർ വരുന്നത് കേട്ടോ. അപ്പോൾ കിണറൊക്കെ അങ്ങനെ മൂടി ഇട്ടിരിക്കുന്നതാണ് അപകടമൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ബന്ധസ്ഥമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ബാക്കിൽ മൊത്തത്തിൽ അങ്ങനെ ടൈൽസ് തന്നെയാണ്. സൈഡിലൊക്കെ മമ്മി ചെറുതായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് മണ്ണൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ. ബീട്രൂട്ടിൻ്റെ തൈയൊക്കെ കണ്ടോ, ഇത് ഇലയൊക്കെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് കുഴിച്ചിട്ടിരിക്കുന്നതാണെന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ഈ വെണ്ട, വഴുതനങ്ങ, പച്ചമുളക്, തക്കാളി, മല്ലിയില, പുതിനയില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മമ്മി കൃഷിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള കാരണം കൊണ്ട് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ചീരയും കോവലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത് മല്ലി പാവിയിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഗ്യാസൊക്കെ പുറത്തുനിന്നാണ് വെച്ചിരിക്കുന്നത്. പണ്ടൊക്കെ ഇതൊക്കെ അകത്തായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം എല്ലാം മാറ്റി പുറമേക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെയും ഒരു വാഷിംഗ് മെഷീൻ കിടപ്പുണ്ട്. ഇത് പഴയ വാഷിംഗ് മെഷീനാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഈ മാറ്റും കാര്യങ്ങളൊക്കെ കഴുകാനായിട്ട് അത് പുറമെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ കിണറൊക്കെ ഇരിക്കുന്നത്. എനിക്ക് കിണറിൽ നിന്ന് വെള്ളം കോരാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ആരും അങ്ങനെ കിണറിൽ നിന്ന് വെള്ളം കോരി ഉപയോഗിക്കാറില്ല, മോട്ടർ അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെയാണ് പാത്രങ്ങളൊക്കെ കഴുകുന്ന ഏരിയ എന്ന്. ഇങ്ങനെ സൈഡിൽ കൂടെ പോകുമ്പോൾ അവിടെ റൈറ്റ് സൈഡിൽ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് അലക്കും കല്ലും പിന്നെ ഒരു ചെറിയ വാഷ് ബേസിനൊക്കെ കൊടുത്തിരിക്കുന്നത്, ബ്രഷ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇവിടെ അലക്കി വിരിക്കാനൊക്കെയുള്ള സൗകര്യമൊക്കെ ഈ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്നിപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ പാത്രമൊക്കെ കഴുകി, ഇവിടെ നനയൊന്നുമില്ല കേട്ടോ. മൊത്തം ഇങ്ങനെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ നനയൊന്നുമില്ല, മഴ പെയ്താലും വെയിലാണെങ്കിലും ഒന്നും കൊള്ളുമൊന്നുമില്ല കേട്ടോ. എന്നാൽ പിന്നെ ഇനി അകത്തേക്ക് തന്നെ വരാം. അപ്പോൾ ഞാൻ അടുക്കളയിൽ കൂടെ അടുക്കളയൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. ഇനിയിപ്പോൾ ഹാളിലൂടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ബെഡ്റൂംസൊക്കെ പോയി നോക്കാം. അപ്പം മമ്മിയും ഡാഡിയൊക്കെ താഴത്തെ ബെഡ്റൂമിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് മമ്മിയും ഡാഡിയും. അവരെ ചെറുപ്പത്തിലെ യങ് ആയിരിക്കുന്ന ഫോട്ടോയൊക്കെയാണ്. ശരത്തേൻ്റെ അമ്മയും അച്ഛനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണിലെടുക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
പിന്നെ ഒരു ഡ്രസ്സൊക്കെ വെക്കാനായിട്ടുള്ള ഒരു അലമാരിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഒരു ഡ്രസ്സിങ് ടേബിളും വരുന്നുണ്ട്. നമുക്ക് ഇരുന്ന് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും. കണ്ണാടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആരും യൂസ് ചെയ്യുന്നല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടേക്കാണ് മാറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തൊട്ട് ഇവിടെ തന്നെയാണ്. അതിന് മുന്നെയാണ് മറ്റേ സ്ഥലത്ത് ഉണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്നു. അതേപോലെ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. അപ്പോൾ ബാത്റൂം ഒക്കെ ഇപ്പം മാറ്റി പഴയ രീതിയിലുള്ളതായിരുന്നു. അതൊക്കെ പുതിയ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത റൂം കണ്ടാലോ. അപ്പോൾ ഇവിടെ മക്കൾ കിടന്ന് ഉറങ്ങുകയാണ്. ഇതും അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. കുട്ടികൾ ഉറങ്ങുന്ന കാരണം കൊണ്ട് എനിക്ക് പതുക്കെ പോയിട്ട് വീഡിയോ എടുക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ശരതരൻ ജോലിക്ക് ഇരിക്കുന്നതൊക്കെ ഈ റൂമിൽ തന്നെയാണ് കേട്ടോ. കുട്ടികൾ കിടന്ന് ഉറങ്ങുന്നതൊക്കെ അതുകൊണ്ടാണ്. നമുക്ക് താഴെ ആയ കാരണം കൊണ്ട് ഇതാണല്ലോ എളുപ്പം എന്ന് വിചാരിച്ചിട്ട് വരാനും ഇരിക്കാനും കിടക്കാനൊക്കെ ഈസി ഇതാണല്ലോ. ഞങ്ങളുടെ റൂം മേലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മേലെയാണ് കിടക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു കട്ടിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ദിവാൻ കോട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ 3-4 പേർക്കൊക്കെ കിടന്ന് ഉറങ്ങാം. അതേപോലെ തന്നെ ഡ്രസ്സൊക്കെ വെക്കാനായിട്ടുള്ള ഒരു അലമാരയൊക്കെ അതാ ഒരു കോർണറിലുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ആ റൂം. പിന്നെ ഇനി ഈ ഹാളിലേക്ക് വരാം. വീണ്ടും ഞാൻ ഈ ഹാളൊന്ന് കാണിക്കാം. ഇങ്ങനെയാണ് ഡബിൾ ഹൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ മേലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റെപ്സ് കയറി ചെല്ലുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെയാണ് നടക്കാനായിട്ടുള്ള ഒരു ഏരിയ വരുന്നത്. വുഡൻ റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താഴത്തേക്ക് നമുക്ക് നോക്കിയാൽ താഴെയുള്ളത് മൊത്തം കാണാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ ഡബിൾ ഹൈറ്റ് ആണ് എന്നുള്ളത്. അല്ലാതെ മേലെ അടച്ചിട്ടുള്ള രീതിക്കല്ല കേട്ടോ. അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ പൂജാ റൂമിനെ പറ്റിയിട്ട്. അപ്പോൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ ഒരു പ്രഭാവലയം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഞാൻ വിളക്ക് വെച്ച സമയത്ത് എടുത്തതാണ് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴേ ആ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഈ വുഡൻ റെയിൽസിൻ്റെ ഇതിൽ കൂടെ ഇങ്ങനെ നടന്നു വരാം. ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വലിയൊരു ജനൽപ്പാളി 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കിളിവാതിൽ എന്നൊക്കെ പറയും. കിളിവാതിലല്ല, അത്യാവശ്യം വലിയ വാതിലാണ്. അങ്ങനെ ഒരു മോഡലിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഷാൻലൈറും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അതൊന്നും കത്തിക്കലൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ ഹാളിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും നമുക്ക് അടിയിലേക്ക് വ്യൂ കിട്ടും. അടിയിൽ നിന്ന് മേലെ നോക്കിയാലും നമുക്കെല്ലാം കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മോഡൽ. അന്ന് കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നിരിക്കാം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് മൊസൈക്കായിരുന്നു. പണ്ട് ഇതേ മൊസൈക്കാണ് താഴെ ഭാഗത്തും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ മാറ്റിയതൊക്കെയാണ് കേട്ടോ. മൊസൈക്കിൻ്റെ കളറൊക്കെ കുറച്ച് ഡിമ്മായപ്പോഴത്തേക്ക് പിന്നെ ആ ഒരു ഫാഷൻ മാറിയല്ലോ, അതുകൊണ്ടും ആയിരിക്കാം അങ്ങനെ മാറ്റിയത്. അപ്പോൾ ഷാൻലൈറൊക്കെ ഇട്ട് നല്ല രസമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഫ്രെയിം വരാനുണ്ട്. അവിടെ ഒരു പിക്ചറൊക്കെ ഒട്ടിക്കാനൊക്കെ ഉണ്ട്. അതങ്ങനെ വിട്ടിരിക്കുകയാണ് കേട്ടോ. അത് പിന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെയും 2 റൂംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റൂം ഒരു ഗസ്റ്റ് റൂം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും വരാനൊന്നുമില്ല. ഇതിങ്ങനെ വെറുതെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തും ഒരു ദിവാൻ കോട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു കട്ടിലുണ്ട്. പിന്നെ മമ്മി അത്യാവശ്യം തയ്ക്കുകയും കാര്യമൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ വയ്യാത്ത ആനങ്ങൾ അതിനൊന്നും നടക്കില്ല. അപ്പോൾ ഇവിടെ ഒരു മെഷീൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് മെഷീനിൽ ചവിട്ടി തയ്ക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. പക്ഷേ ട്രൈ ചെയ്തൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു റൂമിൻ്റെ ഉൾഭാഗം. ഇതും വലിയ റൂം തന്നെയാണ്. ഇവിടെയുള്ള 4 ബെഡ്റൂംസും നല്ല വലിപ്പമുള്ള റൂംസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്രയൊക്കെ തന്നെയുള്ള ഗസ്റ്റ് റൂമാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ശരത്തേട്ടൻ പഠിച്ചിരുന്ന സമയത്ത് അവരുടെ ബുക്സും കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് ആ റൂം യൂസ് ചെയ്തിരുന്നത്. പഠിക്കാനും മാറിയിരുന്ന് പഠിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. അപ്പോൾ നമ്മൾ വൺസ് ഇൻ ഇയറൊക്കെയാണ് നാട്ടിലോട്ടുള്ള വരവൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് വല്ലപ്പോഴും ഒരിക്കൽ മാത്രം വന്ന് ഉറങ്ങുന്ന ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും നല്ല വലിപ്പമുണ്ട്. കിച്ചൻ്റെ ഭാഗമായ കാരണം കൊണ്ട് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ. കിച്ചൻ്റെ മൊത്തം ഏരിയയും ഈ ബെഡ്റൂമിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ശരത്തേൻ്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പണ്ട് ഇവിടെ കമ്പ്യൂട്ടറൊക്കെ വെച്ചിരുന്നു, സിസ്റ്റമൊക്കെ ഇവിടെ വെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നുമില്ല. പിന്നെ നമ്മുടെ ബെഡ് കിടപ്പുണ്ട്. 2 ബെഡ് കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ഞങ്ങൾ കിടക്കാറില്ല എന്ന് മാത്രം. പിന്നെ നമ്മുടെ ബാത്റൂം, അവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ബാത്റൂം ഇതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ ഒരു വർക്കിംഗ് ഏരിയയുടെ സ്പേസ് നമുക്കിവിടെ ബാത്റൂമിന് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴത്തെ ടൈൽസും കാര്യങ്ങളൊക്കെ ഈ ഇടയ്ക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് വേറെ എന്തോ ആയിരുന്നു, വേറെ ഒരു കളർ ടൈലായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിരിക്കുകയാണ്.
ഒത്തിരി വർഷമായിട്ട് ഇവിടെ ആൾതാമസം ഇല്ലാത്ത കാരണം കൊണ്ട് പല സാധനങ്ങളും കേട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ കേട് വന്നതൊക്കെ മാറ്റി പുതിയതാക്കിയത് കേട്ടോ. അപ്പോൾ ശരത്തേട്ടൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോയാണത്, ചെറിയ കുട്ടിയായിരുന്നപ്പോൾ. അപ്പോൾ ഇത് ശരിക്കും പിക്കുവിനെ കുഞ്ഞിലെ കാണുന്ന പോലെ ഉണ്ടെന്നൊക്കെ എനിക്ക് എല്ലാവരും പറയും കേട്ടോ, ശരത്തേട്ടനും പിക്കു ഒരുപോലെ ഇരിക്കുന്നേ എന്ന്. ചെറുപ്പത്തിലല്ല, ഇപ്പോഴും അവരെ തമ്മിൽ കാണുമ്പോൾ സിമിലാരിറ്റി ഉണ്ട്. ശരത്തേൻ്റെ കോപ്പി പേസ്റ്റ് ആണ് കേട്ടോ പിക്കും. അതേപോലെ തന്നെ നേച്ചർ എല്ലാ കാര്യങ്ങളും അവർ ഒരേപോലെയാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. അപ്പോൾ നമ്മുടെ ബാത്റൂമിനെ പറ്റിയാണ് പറഞ്ഞത്. ഇവിടെ നിന്നോ ഇരുന്നോ കിടന്നോ എങ്ങനെ വേണമെങ്കിൽ കുളിക്കാം, അത്രയും വലിയ ബാത്റൂമാണ്. ഓടി നടന്ന് കുളിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിവിടെ നിന്ന് പോയാലോ? അപ്പോൾ നമ്മുടെ ഹോം ടൂറ് ഇവിടെ അവസാനിക്കാനായിട്ട് പോവാണ്. ഞങ്ങളുടെ നാട്ടിലെ വീടും പരിസരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ താഴത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാറൊക്കെ ഇടുന്നത് വേറെ സെപ്പറേറ്റ് ആണ് കേട്ടോ, കാർ ഷെഡുമൊക്കെ വരുന്നത്. കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.